ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ശരിക്കും രാവിലെ ഇന്ന് വീഡിയോ എടുക്കണോ വേണ്ടയോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിൽ ശരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആദ്യമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ലേ. അങ്ങനെ വീഡിയോയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലായപ്പോഴത്തേക്കും എൻ്റെ ദോശ ചുടലും പിന്നെ ഉച്ചത്തേക്ക് ഇന്ന് കപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് ചോറ് വെക്കുന്നില്ല. അങ്ങനെ കപ്പയുടെ കുറച്ച് പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ദോശയും ചുട്ട് കഴിഞ്ഞു. പിന്നെ കപ്പയും വേവിച്ച് വെച്ചു കേട്ടോ. പിന്നെ രാവിലത്തേക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് 2-3 മുട്ട പുഴുങ്ങുന്നുണ്ട്. ഓരോരുത്തർക്കും രാവിലെ കിച്ചണിൽ ഓരോ രീതിയിലായിരിക്കില്ലേ ജോലികളൊക്കെ കംപ്ലീറ്റ് ആവുക. എനിക്ക് രാവിലെ ഒരു ഏകദേശം 2 മണിക്കൂർ കൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആകും കേട്ടോ. ഞാനിങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അടുത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേ. അല്ലാതെ ഇപ്പം കിച്ചണിൽ തന്നെ ദോശ ചുടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് ചുട്ട് മുഴുവൻ കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല കേട്ടോ. ഓരോന്നും ഇങ്ങനെ മാവൊഴിച്ച് അത് വേയുന്ന സമയം കൊണ്ട് പിന്നെ അടുത്ത് എന്തെങ്കിലും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓരോന്നോരോന്ന് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനായിട്ട് അങ്ങനെ എക്സ്ട്രാ ടൈം വേണ്ടി വരത്തില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നൊരു മൂഡ് പോലെ ഇരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ കുറച്ചിങ്ങനെ സാഡായിട്ടാണ് ഉള്ളെങ്കിൽ പിന്നെ പതിയെ പതിയെ ആയിരിക്കും കേട്ടോ ജോലികളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ടൈം എടുക്കുകയെ. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ എണീറ്റ് വരുമ്പോൾ തന്നെ എൻ്റെ കൂടെ ഐറയും വരുന്നുണ്ടാവുക. പിന്നെ അവളെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും കേട്ടോ. പിന്നെ എൻ്റെ കൂടെ വന്നിങ്ങനെ സ്ലാബിലൊക്കെ ഇരുന്ന് ഞാൻ ചെയ്യുന്ന ഓരോന്നിലും ഇങ്ങനെ വന്ന് എല്ലാം ചിലതൊക്കെ അലമ്പാക്കും, ചിലതൊക്കെ മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞാൽ കേൾക്കും കേട്ടോ. പിന്നെ കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിങ്ങനെ ഉച്ചത്തേക്ക് മീൻകറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുത്ത് കേട്ടോ. അപ്പം അതിന് മുന്നേ തന്നെ കുറച്ച് പീസൊക്കെ എടുത്തിട്ട് അയറയ്ക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ കഴിക്കാൻ. ഇന്നത്തെ കപ്പ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ഉപ്പും മഞ്ഞളും മാത്രമേ ഇട്ട് വേവിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ വെള്ളം വടിച്ച് കളഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഇളക്കിയെടുത്തത്. പിന്നെ ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി കറിയാണ് കേട്ടോ ആക്കിയത്. മുളക് അരച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കറി വെച്ചിട്ടുള്ളത്. ചമ്മന്തി കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ വറ്റൽ മുളകൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. തേങ്ങ അരച്ചുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മളതിങ്ങനെ അതിൻ്റെ കൂടെ നിന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ആവി വരുന്ന സമയം തൊട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ട് അതങ്ങനെ ഇറക്കി എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. മത്തി ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ കഴുകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇന്നത്തേക്ക് ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്തിപ്പോൾ കഴുകിയെടുത്തതാണ് കേട്ടോ. ഇന്ന് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മത്തി മുളകിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ തേങ്ങ ഒന്നും അരച്ചിട്ടല്ലേ വെക്കുന്നത്. ഞാനിവിടെ കൂടുതലും ഫിഷ് ഫ്രൈ ചെയ്യുകയും ചെയ്യും. പിന്നെ കറി വെക്കുമ്പോൾ തന്നെ കൂടുതലും ഇങ്ങനെ മുളകിട്ടാണ് കേട്ടോ വെക്കുന്നത്. തേങ്ങ അരച്ച് വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. മീൻകറിക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ആദ്യം കടുക് പൊട്ടിച്ച് വഴട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുളിയും ഒഴിച്ച് കഴിഞ്ഞ് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുവേ. അത് കഴിഞ്ഞിട്ട് ആ കറി നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഫിഷെല്ലാം അതിലോട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ മോർണിംഗിലെ കിച്ചണിലെ പരിപാടികളൊക്കെ അത്രയൊക്കെയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ വൈകുന്നേരം അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയതാണ് കേട്ടോ. ആനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഐറ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇപ്പം ഈ നിന്നിങ്ങനെ നോക്കുന്നത് ഐസ്ക്രീമാണേ. പിന്നെ നമ്മൾ നല്ല സ്പെഷ്യൽ ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഐറയ്ക്ക് ജലദോഷമൊക്കെ വന്നിട്ട് ഇപ്പോൾ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ ആൾ വിടത്തില്ലേ. നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം ആനയും ഉത്സവവും അങ്ങനെയൊക്കെ കണ്ടിട്ട് നേരെ അവിടെ നിന്ന് ബൈ പറഞ്ഞിറങ്ങി. അപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.